രാജകുമാരിയിൽ വന്നപ്പോൾ ഈ കൃഷിയിൽ ഞാൻ നോക്കിയപ്പോൾ കൃഷിയാണ് അവിടുത്തെ പ്രധാന മാർഗം. എങ്കിലും സ്കൂൾ വാങ്ങണം എന്നുള്ള നിർബന്ധമുണ്ട്. സ്കൂൾ പണിയിടുന്ന കൊടുത്ത് സ്കൂൾ അനുവദിക്കും പറഞ്ഞ് ഇരുന്നു. കിട്ടിയില്ല. അക്കരെ ഗവൺമെൻറ് സ്കൂളാണ് ഉള്ളത്. അവിടെ എല്ലാവരും തോറ്റു പോകും. അപ്പോൾ ഞങ്ങളവിടെ സ്കൂൾ നടത്തുന്ന വെച്ചാൽ 4 പേരെ ഫീസ് വാങ്ങിച്ച് ചുമ്മാ ഇവിടെ നടത്തുന്നുണ്ട് മഠ സിസ്റ്റേഴ്സ്. അതേ തുടർന്ന് ഞങ്ങൾ കിട്ടുന്നിടത്ത് ഞാൻ ചെന്നാലും കിട്ടിയില്ല, ഒറ്റക്കൊല്ലം കിട്ടിയില്ല. പിന്നെ തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ടു. പിന്നെ ഈ കേരള കോൺഗ്രസ് സപ്പോർട്ടോടു കൂടി LP സ്കൂൾ കിട്ടി. LP സ്കൂൾ കിട്ടി. അത് പണിതുകൊണ്ടിരിക്കുമ്പോൾ UP സ്കൂൾ അത് പണിയാൻ നിവൃത്തിയില്ല. അപ്പോൾ രൂപതയിൽ നിന്ന് അനുവദിക്കില്ല. അവസാനം പറഞ്ഞത് സ്വന്തം മാനേജ്മെൻറ്റിൽ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. സ്വന്തം മാനേജ്മെൻറ്റിൽ എൻ്റെ പേരിൽ തുടങ്ങി. അങ്ങനെ LP സ്കൂളും UP സ്കൂളും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പാരൽ കോളേജ് അതും വേണം. അങ്ങനെ മുന്നോട്ട് പോയിന്നേ ഉള്ളൂ. ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തീർന്നത് ആദ്യകാലത്ത് 1958 ശേഷം ആളുകളെല്ലാം ഇവിടെ കുടിയേറിയപ്പോൾ ഇവിടെ ഒരു പള്ളിക്കൂടം ഇല്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ ഈ പ്രദേശത്ത് ഒരു LP സ്കൂൾ ആരംഭിച്ചത് ഈ പള്ളിയുടെ മുറ്റത്ത് തന്നെയായിരുന്നു. അത് അന്ന് അംഗീകാരമില്ലാത്ത സ്കൂളായിരുന്നു. അതിനുശേഷം 10 വർഷക്കാലത്തോളം LPയും UPയുമായിട്ട് 7ാം ക്ലാസ് വരെ ഇവിടെ പ്രൈവറ്റായിട്ട് നടത്തിയിരുന്നു. അതിനുശേഷം ഇവിടെ ഗവൺമെൻറ്റിൽ നിന്നും അംഗീകാരം കിട്ടി സ്കൂളിന്. ഹോളി ക്വീൻസ് UP സ്കൂൾ എന്ന് അറിയപ്പെടുന്ന ഇടുക്കി രൂപതയുടെ കോർപ്പറേറ്റിൽപ്പെട്ട സ്കൂളാണ്. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കായിട്ട് കേരളത്തിൽ തന്നെ ഈ മലയാള മനോരമയുടെ നല്ല പാഠം പ്രോഗ്രാമിൽ അതിൽ 1ാം സ്ഥാനം ഈ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. അംഗീകാരമൊക്കെ കിട്ടുന്നു. എല്ലാ വർഷവും ഈ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല UP സ്കൂളായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഹോളി ക്വീൻസ് UP സ്കൂളാണ്. അവിടെ 580ഓളം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയോട് ചേർന്ന് ദേവമാതാ സ്കൂൾ എന്നായിരുന്നു ആദ്യം നമ്മുടെ സ്കൂളിൻ്റെ പേര്. അന്ന് 1 മുതൽ 4 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ അപ്ഗ്രേഡ് ചെയ്ത് പിന്നെ UP ആയി. അങ്ങനെ ഹോളി ക്വീൻസ് എന്ന നാമധേയം സ്വീകരിച്ച്, അറിയാലോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറേ ട്രോഫികളും മെഡലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു. അതെ, അത് എന്തൊക്കെ അങ്ങനത്തെ നേട്ടങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് സ്കൂളിന് കൈപ്പറ്റാൻ പറ്റിയിട്ടുണ്ട്? അത് തന്നെയാണ് ഹോളി ക്വീൻസിൻ്റെ പ്രത്യേകത. ഹോളി ക്വീൻസ് എന്നും വ്യത്യസ്തമായ ഒരു നിലപാടുകൾ സ്വീകരിക്കുകയും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും സമൂഹത്തിനും ആ രാജകുമാരി പ്രദേശത്തിനും ആ ഗ്രാമപഞ്ചായത്തിനും ഒത്തിരിയേറെ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാലയമാണ്. പ്രത്യേകിച്ച് ഇടുക്കി രൂപതയ്ക്ക്. ഇടുക്കി രൂപതയിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് ഹോളി ക്വീൻസ് UP സ്കൂള്. ആ ഓഫീസിനകത്ത് കയറുമ്പം തന്നെ അല്ലേ ട്രോഫികളുടെ ഒരു നിറഞ്ഞ അത് തന്നെ നിറഞ്ഞു കാണാം. അപ്പം നമ്മൾ ട്രോഫികളുടെ അടുത്തേക്ക് വരുമ്പം മുമ്പ് കടന്നു പോയിട്ടുള്ള പ്രഥമാധ്യാപകരുടെ ഒരു അവരുടെ ഒരു കഴിവ് നമ്മൾ വിസ്മരിച്ചുകൂടാ. കാരണം വെച്ചാൽ അധ്യാപകരാണെങ്കിലും അവിടുത്തെ കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളുടെ ഒരു പ്രത്യേക സാന്നിധ്യവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത വിദ്യാലയമാണ് ഒന്ന്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മികവ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള മികവ് പുരസ്കാരം എന്ന് പറഞ്ഞാൽ പാഠ്യേതര മേഖലകളിൽ അവർ ഗവൺമെൻറ്റിൻ്റെ ഒരു ടീം വന്ന് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സ്കൂളിനെയും ഓഫീസും ഒക്കെ ടീച്ചേഴ്സിനൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത്
ഒരു മികവ് പുരസ്കാരം നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ നമ്മുടെ സ്കൂളിൽ മാത്രമേ ആ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മാതൃഭൂമി സീഡിൻ്റെ ഹരിതശ്രേഷ്ഠ വിദ്യാലയം എന്നുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വിദ്യാലയവും ഹോളി ക്യൂൻസാണ്. നല്ല പാഠമുണ്ട്, മനോരമയുടെ നല്ല പാഠം കേട്ടിട്ടുണ്ടാകാം. അതിൽ കഴിഞ്ഞ വർഷം നമുക്ക് സംസ്ഥാനത്ത് 2ാം സ്ഥാനമാണ്, ഇടുക്കി ജില്ലയിൽ 1ാം സ്ഥാനമാണ്. 1.25 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റെടുത്തത്. പിന്നെ ഒത്തിരി അനവധി ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹരിത വിദ്യാലയമാണ് നമ്മുടെ ഹരിത വിദ്യാലയം. അപ്പോൾ കാണാൻ സാധിക്കും, നമുക്ക് ഒരു സൈഡിൽ പച്ചക്കറി തോട്ടങ്ങൾ കാണാം. അവിടെ നമ്മുടെ ഉച്ചഭക്ഷണത്തിനായിട്ട് നമ്മൾ വിളവെടുപ്പ് നടത്തി ഇങ്ങനെ പച്ചക്കറികൾ പച്ചക്കറി ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പരമാവധി ദിവസങ്ങളിൽ. നമ്മൾ പച്ചമുളകൊന്നും കാശ് കൊടുത്ത് മേടിക്കാറേ ഇല്ല. അത് മറ്റൊരു സൈഡിൽ നമ്മുടെ സ്കൂള് ഒരു എന്താ പറയുക, സ്കൂൾ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു പാഠപുസ്തകമാണ്. 1 മുതൽ 7 വരെയുള്ള പാഠങ്ങളിലുള്ള കാര്യങ്ങളെ പ്രധാന ശാസ്ത്രവും ഗണിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മിതിയാണത്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ഒരു കുളം ഉണ്ടാക്കി വെച്ചതോ അല്ലെങ്കിൽ 2 പൂച്ചെടി നട്ടതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ശലഭ പാർക്ക് അല്ലെങ്കിൽ മീൻകുളം, അങ്ങനെ ഓരോ കുന്ന്, മല, അതിൻ്റെ സൈഡിൽ നമ്മൾ സ്പൈസസിലേക്കൂടെ ഈ പ്രാവശ്യം ചൂട് വെച്ചിട്ടുണ്ട്. ഏലത്തോട്ടം, ഏലം നമ്മളൊരു 50 മൂട് ഏലമൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണത്. അവിടെ ഒരു സ്പൈസിയാണ്, അല്ലെങ്കിൽ ഏലത്തിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ രാജകുമാരി എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് കുട്ടികളിലൊരു ജൈവമായിട്ട് എങ്ങനെ ഇത് വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കൂൾ ക്യാമ്പസ് ഒരു തുറന്ന പാഠപുസ്തകമാക്കുമ്പോൾ ടീച്ചർമാർ കുട്ടികളെയായിട്ട് പുറത്തു പോകുന്നു, അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ വായിച്ച് അല്ലെങ്കിൽ ടീച്ചർമാരിങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അധികം ദൂരമൊന്നും പോകണ്ട, നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങി വെച്ചാൽ മതി. എല്ലാ കൂട്ടം എൻ്റെ അകത്തുണ്ട്. ഇത്തരം ഒരു വലിയൊരു ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ പറയുക, നെല്ല് മുതൽ ബാക്കി അങ്ങനത്തെ എല്ലാ കൃഷികളും പച്ചക്കറി അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് അപ്പോൾ പിള്ളേരുടെ, എങ്ങനെയാണ് അവരെ ഈ സ്കൂൾ ടൈമിലൊക്കെ എങ്ങനെയാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരെ ഇതിലേക്ക് ഇറക്കാൻ പറ്റുന്നത്, അത് എങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ്? അത് പ്രസക്തമായൊരു ചോദ്യമാണ്. കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ? പല അധ്യാപകരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്? നമ്മുടെ കുട്ടികൾ ഒരു പൂച്ചെടി പോലും പറിച്ച്, ഒരു പൂ പോലും പറിച്ച് കളയില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിലെ കുട്ടികളെല്ലാം സ്കൂൾ തുറന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും ഓരോ പൂച്ചട്ടിയായിട്ടാണ് വന്നത്. അത് നമ്മൾ പൂച്ചട്ടി പദ്ധതി എന്നൊരു പദ്ധതി ഇട്ടിരുന്നു. ആ ഓരോ പൂച്ചട്ടിയായിട്ടാണ് വന്നത്. ആ പൂച്ചട്ടിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നത് അവൻ തന്നെ വെള്ളം ഒഴിക്കണമെന്നില്ല. ഗാർഡനിങ്ങിന് ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ ചെയ്യുമ്പം ആ കുട്ടികൾ ശ്രദ്ധിക്കും, ഇത് അവൻ്റെ പൂച്ചട്ടി അവിടെ ഉണ്ടോ, അത് വളർന്നിട്ടുണ്ടോ. അപ്പോൾ അവരുടെ സ്വന്തമായിട്ട് അത് കാണുന്നത്. പച്ചക്കറി തോട്ടമാണെങ്കിൽ അതിൻ്റെ അകത്തേക്കൊന്നും കുട്ടികളൊന്നും കയറാറില്ല. പിന്നെ പുല്ല് പറിക്കുക, അങ്ങനെ വെള്ളം ഒഴിക്കുക, വളമിടുക. ഇപ്പം ഞങ്ങൾ ചാണകവെള്ളമൊക്കെ കലക്കി ഒഴിക്കുന്നത്. ചാണകവെള്ളവും മറ്റ് സാധനങ്ങളെല്ലാം കൂടി ഇങ്ങനെ പുളിപ്പിച്ചിട്ട് അതെല്ലാം അവിടെ കലക്കി ഒഴിക്കും. നമ്മുടെ ഉച്ചഭക്ഷണം വെക്കുന്ന ചേച്ചിമാരും ടീച്ചർമാരും കുട്ടികളും കൂടെ കൂടിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പി ടി എയുടെ ഒരു സാന്നിധ്യം ഭയങ്കരമാണ്. നമ്മളെ പി ടി എക്കാരാണ് ശരിക്കും നമ്മുടെ സ്കൂളിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന പി ടി എയും ഇപ്പോഴത്തെ പി ടി എയും ഏത് സമയത്ത് വിളിച്ചാലും വരികയും ഇതെല്ലാം ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ക്ലാസ് ടൈമിൽ നമ്മൾ അങ്ങനെ ഇറക്കി അധികം ക്ലാസ് കളഞ്ഞുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യാറില്ല. പക്ഷേ അവർക്ക് വർക്കിൻ്റെ പീരീഡുകൾ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാ ക്ലാസ്സിനും ഒരു സമയത്തല്ല. ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ക്ലാസ് ആണെങ്കിൽ അടുത്ത ആഴ്ച വേറെ ക്ലാസ്. അല്ലാണ്ട് അത് അത്രയും പിടിച്ചു നിർത്താൻ പറ്റുമോ? അത്രയും ജൈവസമ്പത്ത്, അത്രയും പച്ചപ്പിനെ അവിടെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. അതിനിടയ്ക്ക് കിളികളുണ്ട്, പേരയ്ക്കയുണ്ട്, പേരയ്ക്ക പഴമുണ്ട്, അല്ലേ? ഇതെല്ലാം ചില സമയത്ത് ഈ കുട്ടികളിങ്ങനെ പറിച്ച് ചെയ്യുന്നത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും. അത്ര രസമാണ് കാണുന്നത്. എല്ലാവരും കൂടെ കൂടി പറിച്ച് എല്ലാം കൂടെ കൂടി പൊട്ടിച്ച്. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് വഴി കാണുന്ന ഇന്ന് ഏതെങ്കിലും കുട്ടികൾ വഴി നടന്നു പോകുന്നുണ്ടോ? സ്കൂൾ ബസ്സിലല്ലേ പോകുന്നത്. അപ്പോൾ ഇവരിതെല്ലാം പൊട്ടിച്ച് പറിച്ച് തിന്നുന്നു. പിന്നെ ചെറിയ പുള്ളികളുള്ള കായ്കളൊക്കെ എൻ്റെ അകത്തുണ്ട്. ഒത്തിരി കൂട്ടം പഴങ്ങൾ എൻ്റെ അകത്തുണ്ട്. കുട്ടികൾക്ക് ഞങ്ങൾ പെർമിഷൻ കൊടുക്കും, കഴിച്ചോ. അപ്പോൾ അന്ന് ചോദിക്കും പറിച്ചോട്ടെ എന്ന്, പറിച്ചോളാൻ പറയും. അപ്പോൾ അവർ പറിക്കും, കഴിക്കും. ഞങ്ങൾക്ക് സന്തോഷം അതൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒന്ന് കലാപരമായിട്ടൊന്ന് നമ്മൾ പോയപ്പോ ഒരു ഇത് കണ്ടു. സാധാരണ സ്ഥിരം കണ്ടുവരുന്ന ഞാൻ പഠിച്ചു വന്ന കാലഘട്ടത്തേക്ക് വെച്ചാൽ ഒരു നിശ്ചിത സമയത്ത് വെറുതെ 1 മണിക്കൂർ പഠിപ്പിക്കുന്നു, അത് കാര്യമായിട്ടും പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ കലോത്സവത്തിന് സമയമൊക്കെ വരുമ്പോൾ സീസണൽ പഠിപ്പിക്കലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇന്നിപ്പോ അതും കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ, ഭയങ്കര സെലക്റ്റഡ് ആയ കുറച്ച് പേര് മാത്രമേ അതിന് പഠിക്കാൻ പറ്റൂ. പക്ഷെ ഇപ്പൊ കണ്ടതിൽ ഒരു സൈഡിൽ ഫുള്ളും കൊട്ടുന്ന കുറെ കുട്ടികൾ, ഒരു സൈഡിൽ സ്കേറ്റിങ്, അങ്ങനെ എല്ലാരും കരാട്ടെ, ഡാൻസ്, ഒരു ഫ്രീ ആയിട്ട് ആരും ഇരിക്കുന്നില്ല, എല്ലായിടത്തും എൻഗേജ്ഡ് ആണ്. ആ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത്? എത്രത്തോളം അതിന്റെ റിസൾട്ട് ഉണ്ട്? യഥാർത്ഥത്തിൽ ഹോളി ക്യൂൻസിലെ കുട്ടികൾക്കൊരു മൂഡുണ്ടെന്നുള്ളതാണ് എൻ്റെ ഇത്. ഞങ്ങൾ ടീച്ചേഴ്സും കുട്ടികളും രക്ഷിതാക്കളും ഒരു മൂഡിലാണ്, അവിടെ ലൈവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആർക്കും മാറിയിരിക്കാൻ കഴിയില്ല. അധ്യാപകരാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്നോടം വരെ അവർ എൻഗേജ്ഡാണ്. ഈവൻ ഞാൻ ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു സമയം പോലും അങ്ങനെ ചുമ്മാ കളയാനില്ല. കുട്ടികളാണെങ്കിൽ പോലും ഇന്ന് ചെണ്ട കൊട്ടുന്നൊരു ചെണ്ട ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ എല്ലാ കുട്ടികളും പങ്കെടുക്കണം, അത് നിർബന്ധമാണ്. അപ്പം ചെണ്ടയും സ്കേറ്റിങ്ങും ബാൻഡും പിന്നെ മ്യൂസിക്കും ഓർഗണും എവിടെ കിട്ടും? ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഇതാണ് പരിപാടി. അവർക്കറിയാം നമ്മൾ ആ മണി അടിച്ച് കഴിയുമ്പം അവർ ചെല്ലേണ്ട സമയത്ത് അവർ ചെല്ലും, അവർ എടുക്കേണ്ട സാധനം എടുക്കും, അവർ കൊട്ടേണ്ട സാധനം കൊട്ടും, അവർ പഠിക്കേണ്ട സാധനം പഠിക്കും. അത് അവരുടെ മാനസിക ഉല്ലാസവും കൂടെ എൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലോത്സവങ്ങളൊക്കെ നെടുങ്കണ്ടം ഉപജില്ലയിലാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി റവന്യൂ ജില്ല, നെടുങ്കണ്ടം ഉപജില്ല. നമ്മളാണ് ഏറ്റവും മികച്ച UP സ്കൂൾ. തന്നെ ഇതിന് ഹയർ സ്റ്റഡീസിന് പോകുന്ന സ്കൂളുകളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഹെഡ് മാസ്റ്റർമാരാണെങ്കിലും നമ്മൾ പറയാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകതയുണ്ട്, അവർ മിടുക്കരാണ് എന്ന്. ആ മൂല്യബോധം, ഒന്ന് മര്യാദയും മൂല്യബോധവും സാമാന്യ മര്യാദയും ഒക്കെ നമ്മൾ പഠിപ്പിച്ചാൽ നമ്മുടെ സ്കൂൾ ക്ലാസ്സിൽ നിന്ന് വിടുന്നത്. കാരണം വെച്ചാൽ കുട്ടികൾ ഓവർ ആക്ടിങ് അല്ലെങ്കിൽ അവൻ്റെ എന്നാ പറയുക അവൻ്റെ ശരീരത്തെ കലോറിയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് ഒരു മാർഗ്ഗമില്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക ഉപദ്രവിക്കുക, ഉന്തുക, തള്ളുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാകുന്നില്ല. അവന് സമയമില്ല. കുറച്ചു നേരം പച്ചക്കറി തോട്ടത്തിൽ ഇറങ്ങി, അല്ലെങ്കിൽ കുറച്ചു നേരം ചെണ്ടകൊട്ട് പാട്ട പരിപാടി, അല്ലേ? അവനെപ്പോഴും സന്തോഷിച്ച് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ കുട്ടികളെ ജീവിക്കുന്നത്. വേറെ ഒന്നിനും സമയം നമ്മൾ കൊടുക്കാറില്ല. അപ്പം നിങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ശാലോണ്ടിമിക്കാർ വരുന്നത്, സാർ ഇന്ന് നമ്മുടെ ചെണ്ട എടുത്താൽ കൊട്ടിയാലോ? അതായത് അവർക്കും അങ്ങനെ ഒരു മൂടാണ്. അപ്പം നമുക്കൊരു പരിപാടി സ്കൂളിലുണ്ടെന്ന് പറഞ്ഞ് അന്നേരം തന്നെ ആ ഒരു ടീം. ഇപ്പം അത് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ 2 കൊല്ലത്തെ കോവിഡിന് ശേഷം 7ാം ക്ലാസ്സിന് 5ലും 6ലും 7ലും പഠിച്ചിരുന്ന ആ കുട്ടികളങ്ങ് പോയി. അന്ന് ചെണ്ട കുട്ടിക്കൊണ്ടിരുന്ന ബാൻഡ് കുട്ടിക്കൊണ്ട് നല്ല കുട്ടികളെല്ലാം പോയി. പുതിയ കുട്ടികളാണ് ഇപ്പോൾ കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിന് ഇത്രയും അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ടൗണിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അവാർഡ് ദാന ചടങ്ങും അനുമോദന സദസ്സ് നടത്തി. അവിടെ അത്രയും നേരം അമ്മമാർ ചെണ്ട കുട്ടി നമ്മുടെ കുട്ടികൾ. അവർക്ക് യാതൊരു മടിയില്ല. എൻ്റെ അകത്ത് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെയാണ് റാലി നടന്നപ്പോഴും നമ്മുടെ കുട്ടികൾ ചെണ്ട കുട്ടിയാണ് പോയത്. പിന്നെ ഈ കുഞ്ഞിക്കകളായതുകൊണ്ട് നമ്മൾ എടുത്ത് ചെണ്ടയൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കണമെന്ന് മാത്രം.
ധാർമ്മികമായി കുറേയും കൂടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ സ്കൂൾ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ നാടിൻ്റെ ഒരു മോറൽ വിദ്യാലയമായിട്ട് തന്നെയാണ് നമ്മുടെ ഹോളി ക്യൂൻസ് നിലനിൽക്കുന്നത്. കാരണം നമ്മൾ പഠിപ്പിച്ചിറങ്ങുന്ന കുട്ടികളിൽ ആദ്യത്തെ മര്യാദ, സാമാന്യ മര്യാദ, പെരുമാറ്റ മര്യാദ ഉൾപ്പെടെ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികളെ ആർക്കെങ്കിലും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇരിക്കുകയില്ലാതും അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അനുസരിപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുട്ടികളിൽ പല പ്രത്യേകതകളുണ്ട്, മറ്റൊരു സ്കൂളിൽ കിട്ടുന്ന പ്രത്യേകതകളല്ല അത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആകർഷിക്കപ്പെടും. ആ പ്രദേശത്തെ ആളുകൾക്ക് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ വിടുന്നതിന് താല്പര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് എവിടെ ചെന്നാലും ഒരു അംഗീകാരവും ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കാറ്റഗിസം, മോറൽ സയൻസിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ആഴ്ചയിൽ 3 ദിവസം നമ്മുടെ സ്കൂളിലുണ്ട്. അതോടൊപ്പം തന്നെ എത്തോളജി, സാമാന്യ മര്യാദയുടെ ഒരു ക്ലാസ്സും നമ്മൾ കൊടുക്കാറുണ്ട്. സെമിനാറുകൾ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. അത് നമ്മൾ സഭാപരമായതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീളുന്ന നല്ല ഒരു റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവന്ന് എന്താണ് മകനെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നീ നേരിടുന്ന പ്രശ്നം, നീ ആരെയൊക്കെ കാണണം, എന്തൊക്കെ നേടണം, എന്തൊക്കെ മാതൃകയാക്കണം. ഈ വർഷം 3 സെമിനാറുകളാണ് നമ്മൾ കൊടുത്തത്. അതിനകത്ത് നല്ല ഡോക്ടറേറ്റ് ആളുകളെയൊക്കെ വിളിച്ച് നമ്മൾ സെമിനാറിൽ കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ സെമിനാറുകൾക്ക്, അതായത് കുട്ടികൾ പങ്കെടുക്കുന്ന സെമിനാറിൻ്റെ പൂർണ്ണ രൂപം അടുത്ത സ്റ്റെപ്പായിട്ട് പേരൻസിന് നമ്മൾ കൊടുക്കുക. അതാണ് നമ്മുടെ പ്രത്യേകത. ആ പേരൻസിനും ആ റിസോഴ്സ് പേഴ്സൺ തന്നെയാണ് ആ പേരൻസിനും കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമ്മുടെ വീടുകളിലും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് അതൊക്കെ. അതുപോലെ നമ്മുടെ ഒരു മലയോര പ്രദേശവും ആണല്ലോ. അപ്പോൾ നമ്മുടെ PTA ഒക്കെ ഒരു സഹകരണം എങ്ങനെയാണ്? നമ്മുടെ ഒരു കൂടുതലും കർഷകരും കാര്യങ്ങളൊക്കെയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ സ്കൂൾ കണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ ഈ സ്കൂൾ കൊടുത്ത ഒരു അനുഭവം ഒന്നും ആ ഒരു കാലത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അന്ന് ഈ സ്കൂൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ ഒരു സഹകരണം എങ്ങനെയാണ്? പാരൻസിന് എത്രത്തോളം ഇപ്പോഴത്തെ നമ്മുടെ കുറേ നിലപാടുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറേ കാഴ്ചപ്പാടുകളൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്? എങ്ങനെയാണ് അവരുടെ സഹകരണം? അതായത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് നമ്മുടെ രക്ഷിതാക്കൾ. അത് തന്നെ നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. അല്ലാത്തവരുണ്ട്. നമ്മൾ കർഷക കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പം ഗാർഡനിങ്, മറ്റേ വെജിറ്റബിൾ ഗാർഡനിങ്, അല്ലെങ്കിൽ നമുക്കൊരു ആനിവേഴ്സറി, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിപാടി നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഇച്ചിരി ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ സ്പെൻഡ് ചെയ്തൊരു പരിപാടി വെക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ PTA റെഡിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തി, സദ്ഗമയ എന്ന് പറയും. 3 ദിവസത്തുള്ള സഹവാസ ക്യാമ്പായിരുന്നു. പിള്ളേരവിടെ കിടക്കുകയായിരുന്നു. അതിന് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ല. എല്ലാം PTA. ആ PTA സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയ കുറച്ച് ആളുകൾ പാരമ്പര്യമായി ഇന്നലെ ഞാൻ വന്നതിന് ശേഷം ഒന്നും തുടങ്ങിയതല്ല, അതിനു മുമ്പൊന്നും തുടങ്ങിയതല്ല, അതിനും മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാരമ്പര്യമായിട്ട് ഇവർ തുടങ്ങുന്നുണ്ട്. ഇവരൊക്കെ കർഷക കുടുംബത്തിലെ സാധാരണ മനുഷ്യരും കൂടെ ആകുമ്പോഴേ നമുക്ക് ആശയവിനിമയത്തിന് കുറേ കൂടെ സാധ്യതകൾ കൊണ്ടുണ്ട്. അതേപോലെ സംശയം തോന്നിയ സാധനമാണ് ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പുതിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് ഈ അധ്യാപകർ തന്നെയാണല്ലോ. ഈ അധ്യാപകർക്ക് ഇടയ്ക്കും മാറ്റവും ഓരോരുത്തർ അങ്ങോട്ട് മാറലൊക്കെ ഉണ്ടാവുമല്ലോ. ഈ അധ്യാപകരും ഇതേ ഒരു മൂട് പിടിക്കുന്ന ആൾക്കാരാവണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുന്നുണ്ട്? അത് എല്ലാവരും ഒരേപോലെ തന്നെയാണോ? എത്രത്തോളം സാധനത്തിനുള്ളൊരു എന്താ പറയുക, അത് അവരെ സ്വാധീനിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ? അതായത് നമ്മുടെ സ്കൂൾ ഒരു ഫേമസ് സ്കൂളായതുകൊണ്ട് ഈ സ്കൂളിനെ കുറിച്ച് കേൾക്കാത്ത അധ്യാപകരാരും ഇല്ല. അപ്പോൾ അവർക്കൊരു ട്രാൻസ്ഫർ കിട്ടി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ, ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈ കിട്ടുമ്പം തന്നെ അവരുടെ മൈൻഡ് ഓൾറെഡി ഹോളി ക്യൂൻസിനോട് ചേരും. അപ്പോൾ അവിടെ വന്ന് കയറുമ്പം തന്നെ ആ കാണുന്ന ആ റോഡ് നടന്നു വരുമ്പം തന്നെ കാണുന്ന സാധനമൊക്കെ ആയിട്ട് നാളെ ഇതെല്ലാം എൻ്റെയാണ്, ഞാനിതെല്ലാം കൂടെ ചെയ്യേണ്ടതാണ് എന്നൊരു മനോഭാവം അധ്യാപകരുണ്ടാവും. പിന്നെ അധ്യാപകർ മാറുന്നു എന്ന് പറഞ്ഞാൽ 1-2 അധ്യാപകർ മാറി വന്നാലും ഈവൻ ഞാനിവിടുന്ന് മാറിയാലും ഒന്നും അല്ല അവിടെ. അതിങ്ങനെ ഒരു പാരമ്പര്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കുട്ടികളെയാണെങ്കിലും അങ്ങനെയൊന്നും മോശമായിട്ട് സ്വാധീനിക്കാറൊന്നുമില്ല. അവരൊക്കെ വളരെ കുട്ടികളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. 7ാം ക്ലാസ് പോകുന്നു, കുറച്ച് പേർ TC കഴിയുന്നു, അങ്ങനെ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, അല്ലേ? അതെങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സ്കൂളിന്നും അവിടെ ഒരു സംഭവമായിട്ട് തന്നെ തുടരും. അതാണ് ആ സ്കൂളിൻ്റെ പ്രത്യേകത. അതാണ് ഹോളി ക്യൂൻസ്. അതാണ് ഹോളി ക്യൂൻസിൻ്റെ പ്രത്യേകത. ചിലപ്പം ചോദിച്ചതിൽ വളരെ പ്രസക്തമായ ചോദ്യം അത്. പല സ്കൂളുകളിലും ഇങ്ങനെ 4 പേര് മാറിയാൽ തീർന്നു. അതെ, ഒരാൾ മാറിയാൽ തന്നെ തീർന്നു. രാഷ്ട്രീയമുള്ളൊരു ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പിള്ളേർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സ്വീകരിക്കുന്നതാണ്. അതാണ് ഇതങ്ങനെയൊന്നുമില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ സ്ഥിരം കാണുന്ന ഒരു ക്ലീശേ ചട്ടക്കൂടുകളൊക്കെ ഭേദിച്ചിട്ട് കുറേ വെറൈറ്റികൾ ഈ വിദ്യാലയത്തിലുണ്ട്.
മറ്റുള്ള സ്കൂളും ഇതുപോലെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത വെറുതെ പുസ്തകത്തിലൂടെ മാത്രം വിദ്യാർത്ഥികളെല്ലാം പഠിപ്പിക്കേണ്ടതൊന്നല്ല എന്നും ഇങ്ങനെ അവരെ ഓരോ ആക്ടിവിറ്റിയിൽ ഇറക്കണം എന്നുള്ളൊരു സാധനം എനിക്ക് അവിടുന്ന് കാഴ്ചയിലും ഈ ഒരു സംസാരത്തിലും കിട്ടുന്നുണ്ട്. പുറത്തും അങ്ങനത്തെ ഒരു മെസ്സേജ് തന്നെ പോകണല്ലോ. നമ്മൾ മാത്രം നന്നായാൽ പോരാ, മറ്റുള്ളവർ നന്നാണ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ മറ്റുള്ളൊരു ഇതേപോലത്തെ അധ്യാപകർക്കും ഇങ്ങനെ ആവണം ഒരു അധ്യാപകനെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം ഒരു സ്കൂളെന്നോ പറയാൻ പറ്റുന്ന എന്തൊരു മെസ്സേജാണ് മാസ്റ്റർ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു ഹെഡ് മാസ്റ്റർ നിലയിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മുമ്പ് ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നുള്ളൂ, വെള്ളയാങ്കുടിയിൽ. അതിനു മുമ്പ് 15 കൊല്ലം ഞാൻ അധ്യാപകനായിരുന്നു. ഈ ഹോളി ക്വിൻസ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമാണ്, നമ്മൾ ആകുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അതുപോലെ തന്നെ ടീച്ചർമാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നും ആകുവാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സ്കൂളിലെ ടീച്ചറാകാൻ ശ്രമിക്കുക. ഈ സ്കൂളിൽ ഒരു സാധാരണ ടീച്ചറായിട്ട് പഠിപ്പിച്ച് പോകാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കില്ല, ആർക്കും സാധിക്കത്തില്ല. നമ്മുടെ സമൂഹത്തിലെ അധ്യാപകരും നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹവും സ്കൂളുകളും ഇങ്ങനെ ചേഞ്ച് ആകാൻ തയ്യാറായാൽ, അതായത് ഇതിനൊക്കെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കുറേ സമയമൊക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞങ്ങളൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിട്ട് വൈകി രാത്രിയൊക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി സമയമൊക്കെ ഇതിന് വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധ്യാപക സമൂഹത്തിന് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒരു മാർഗരേഖ തയ്യാറാക്കിക്കൊണ്ട് ഒന്ന് വർക്ക് ചെയ്താൽ ഇതിലും വലിയ അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ സ്കൂളുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഞങ്ങളവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കൊന്ന് അതിലേക്ക് എത്തിക്കുക. അതാണ് പഠിക്കാനയച്ചപ്പോൾ നിനച്ചുപോയി ഗതി വരുമെന്ന്. കട്ടപ്പന ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഉപ്പുതറ കഴിഞ്ഞ് പിന്നീട് കട്ടപ്പനയാണ് പ്രധാനപ്പെട്ടതായിട്ട് മാറിയത്. ഏലപ്പാറ ഇറങ്ങി ഏലപ്പാറ
ചപ്പാത്ത് ബസ്സുണ്ട്. അതേ കയറി ചപ്പാത്തിൽ ഇറങ്ങും. അവിടെ കയറി വല്ല ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് ഒരുപാട് രാത്രി ആണെങ്കിൽ അവിടെ ഹോട്ടലിൽ ഒരു ലോഡ്ജിൽ കിടക്കും. ദിവസം രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടരാജൻ. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 1969 നമ്മൾ ചെറിയൊരു ക്ലിനിക്കായിട്ട് തുടങ്ങിയതാണ്. അത് ജർമ്മനിയിൽ നിന്ന് വെല്ലിച്ചെന്ന് എല്ലാവരും വിളിക്കുന്ന ഓർത്തനാത്തൂസ് ബ്രദർ അച്ഛൻ വന്ന് തുടങ്ങിയതാണ് ഇവിടെ. പക്ഷേ പോകുന്ന വഴിക്ക് ഇവർക്ക് എന്ത് തോന്നിക്കഴിഞ്ഞാൽ ആൾ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തുക എന്നുള്ളതാണ്. അത് മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം പറ്റും.